ഒരു പറ്റിയ കാരണമായി തീർന്നു. അങ്ങനെ മമ്മിയെ പരിചയപ്പെട്ടു. അന്നു മുതൽ ഹല്ലേലൂയ 92 മുതൽ ഹല്ലേലൂയ ഈ സുവിശേഷം കേൾക്കുവാൻ. പക്ഷേ ഹല്ലേലൂയ അമ്മയുടെ അടുക്കിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഹല്ലേലൂയ 2002 നവംബറിൽ മമ്മ ഒക്ടോബർ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒന്ന് പതുക്കെ അമ്മയുടെ അടുക്കൽ വന്നേ, യേശുവേ അപ്പോൾ മുതൽ ഈ ജീവന്റെ വചനങ്ങൾ എന്താകുന്നുവെന്നും ആമേ എൻ്റെ ഭവനങ്ങളിൽ കിടക്കുന്ന ആ ഇരുളുകളിലേക്ക് ഹല്ലേലൂയ ഈ വചനം എങ്ങനെ കടന്നു വന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്നും ഹല്ലേലൂയ മമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഹല്ലേലൂയ ഒന്ന് രുചിച്ചറിയുവാൻ. യേശുവേ എൻ്റെ വീട്ടിൽ കിടക്കുന്ന അന്ധകാരങ്ങൾ ഒന്ന് മാറിപ്പോയി അവിടെ വെളിച്ചം പടരുന്നത് ഹല്ലേലൂയ ആ സന്തോഷം ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ജീവൻ അതൊക്കെ അനുഭവിപ്പാൻ കർത്താവ് ഒരു പുതിയ വഴി തുറന്നു വന്നു. യേശുവേ സ്തോത്രം. അപ്പോഴാവുന്നു അവനെ ദൈവമേ ഇങ്ങനെ ഹല്ലേലൂയ അവനെ വീട്ടിലെ വിഷയങ്ങൾക്ക് സങ്കടങ്ങൾക്ക് ഭാരങ്ങളൊക്കെയും അടുത്തു വന്ന് ഇറങ്ങി വന്ന് വിധി ഓതി തരുന്ന അതിനൊക്കെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ അറിയുവാൻ കഴിയുമെന്നും ആമേ ഹല്ലേലൂയ ഈ വചനത്തിൽ വിടുതൽ ഉണ്ടെന്നറിയ ഹല്ലേലൂയ കർത്താവ് ഒരുക്കി ഹല്ലേലൂയ ഞാൻ SDP ബാങ്കിന് വേണ്ടി വന്നതായിരുന്നു. ആമേ ഹല്ലേലൂയ ഞങ്ങൾ SDP കുടുംബമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കർത്താവ് പാലിച്ച് ജീവന്റെ വഴിയിലേക്ക് നട്ട് ആമേ ഹല്ലേലൂയ യേശു വന്ന് മുതിരിവഴിയിലേക്ക് കർത്താവ് കൃപയാൽ ഒന്ന് ഒട്ടിച്ചു ചേർത്തു. ആമേ അപ്പോൾ ഇന്നും കഷ്ടവും സങ്കടവും ഭാരവും ദുഃഖവും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും എൻജിനീയർസായിരുന്നു ജോലി ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഇന്നും ഓരോരോ വിഷയങ്ങൾ അടിക്കടി മാറി മാറി വന്നപ്പോൾ ഇത് എന്തേന്നറിയാം അമ്മയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ഹല്ലേലൂയ ഈ ആലയത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഈ വചനം പഠിക്കുവാൻ ഹല്ലേലൂയ എന്നിലും എൻ്റെ കുടുംബത്തിലേക്ക് കിടക്കുന്ന അന്ധകാരം എന്തേന്നൊന്ന് കാണുവാൻ. അങ്ങനെ സ്ഥിരമായ ജോലി കൊണ്ട് വരുമാനം കൊണ്ട് ഒരു മകനേ ഉള്ളൂ. അവനും മിടുക്കനായ ഒരു കുഞ്ഞ് തന്നെയാകുന്നു. പക്ഷെ മാസാവസാനം നോക്കുമ്പോൾ കഷ്ടവും സങ്കടവും ഭാരങ്ങൾ തന്നെ. ആമേ അങ്ങനെ വന്നപ്പോൾ യേശുവെ കർത്താവ് പറഞ്ഞ വഴി കൂടി നടന്നപ്പോൾ അമ്മ ഒരേ ഒരു മരുന്ന് എന്ന് പറഞ്ഞ് ഈ വചനം ധാരാളമായി പഠിക്കുകയും ആമേ ഹല്ലേലൂയ അങ്ങനെ വചനം പഠിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ എൻ്റെ വീട്ടിലെ ഓരോ അന്ധകാരങ്ങൾ മാറി മാറി പോയതാകുന്നു. കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു. കാരണം ഹല്ലേലൂയ സഭയിൽ വന്നിരുന്നു. കർത്താവ് കൃപയാൽ ഇവിടെ ഇരുത്തി ഹല്ലേലൂയ കർത്താവ് കൂടി ഇരുന്നു ആ വചനം പറഞ്ഞു തന്ന് എൻ്റെ കുടുംബത്തിലെ കെട്ടുകൾ അടിച്ചു തന്ന വലിയ ദയാണ്. ആമേ കർത്താവ് നന്ദി പറയുന്നു. ആമേ ഹല്ലേലൂയ ഒരു വചനം വായിക്കാം. യോഹന്നാൻ 5:14. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയാൽ ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആമേ കർത്താവേ ഈ തിരുവചനം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവേ ഹല്ലേലൂയ ജീവനാത്മാവുമായി ഹല്ലേലൂയ ഞങ്ങളുടെ കടന്നു വരുവാൻ ിക്കുവാൻ അതിനൊത്തവണ്ണം കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വരുവാൻ യേശുവെ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾ അവന്റെ ആലയം ഹല്ലേലൂയ യേശുവെ യാത്രയുടെ ശാസ്ത്രമായി വഴുതെടുക്കാൻ പിതാവെ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഹല്ലേലൂയ യോഹന്നാൻ 5:14. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് പറയും, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയാൽ ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആമേ ഹല്ലേലൂയ. ആമേ അതിന്റെ ഹല്ലേലൂയ 5-ാം അധ്യായത്തിൽ 2 മുതൽ വായിക്കുമ്പോൾ ആമേ ആ മെസ്സാക്കുളർ ആ ഹല്ലേലൂയ 38 വർഷമായി കിടന്ന രോഗികളെ ഹല്ലേലൂയ അവിടെ 5 മണ്ഡപം കൊണ്ട് അവയിൽ വ്യാധിക്കാർ ഹല്ലേലൂയ ആമേ കുരുട് ഉടന്ന് ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം ഹല്ലേലൂയ ആ വെള്ളത്തിൽ ഇറക്കം കാതുകൾ കിടന്നിരുന്നു. ആമേ അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലക്കിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചായിരുന്നാലും ആമേ ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന് നമ്മളിലേക്ക് നോക്കുമ്പോ ആമേ നമ്മളാ ഈ കുളം ഹല്ലേലൂയ കർത്താവ് ഈ ഭൂമി ഹല്ലേലൂയ 5 മണ്ഡപങ്ങളെ ഇല്ലേ 5 മണ്ഡലങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നടക്കുന്നു എങ്കിൽ ഹല്ലേലൂയ അതിന് നടുവിൽ കിടന്നുകൊണ്ട് ലോകപ്രകാരം കണ്ട് കേട്ട് വിധി ഓതി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ പോയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ നമ്മൾ വചനം കേട്ടാലും ഗ്രഹിക്കാനാകാതെ മനസ്സിലാകാനാകാതെ കുരുടായിരിക്കുന്ന ഒരവസ്ഥ. ആമേ അങ്ങനെ വന്നപ്പോൾ എന്തുവരെ പലവിധ വ്യാധികളും ആദികളും മൂലം ആമേ ഹല്ലേലൂയ അഞ്ച് മണ്ഡപങ്ങളിൽപ്പെട്ട് നാമാനെ പോലത്തെ ഹല്ലേലൂയ കൃഷ്ണൻ അവിടെ ഈ ലോകത്തെ ദൈവം അവിടെ ഇട്ടുവെങ്കിൽ ഹല്ലേലൂയ
അതിന്റെ നടുവിലേക്ക് വചനങ്ങൾ വരുന്നുണ്ട്, ആ വചനങ്ങൾ വായിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ആത്മാപകർച്ച കിട്ടുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അതെന്ന് ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാനാകാതെ, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനാകാതെ ആ വീടായിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ എന്തൊരു പലവിധ ആദ്യം വ്യാധിയുമായി ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും ഉള്ളതിനെല്ലാം നെഗറ്റീവ്സ് എല്ലാം കൂട്ടി എങ്ങനെ വന്നാലും ക്ഷീണമായി, ഭാരമായി, രോഗമായി, ദുഃഖമായി. ഹല്ലേലൂയ. ആമേ അങ്ങനെ വന്നപ്പോൾ അത് എങ്ങോട്ട് പോയി? ക്ഷയരോഗികളായിട്ട് മാറുന്നു. ആരോഗ്യം പോയി, ഹല്ലേലൂയ, ബലവും പോയി. ആ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. ആത്മീയ മനുഷ്യൻ ക്ഷീണിക്കുന്നു, ഭൗതിക മനുഷ്യൻ ക്ഷീണിക്കുന്നു. അമ്മയെ കൂടുതലായിട്ട് അങ്ങനെ നടക്കുന്നു. കൂടുതൽ ഈ ദൈവവചനം കേട്ടിട്ടും അത് മനസ്സിലായിട്ടും ഹല്ലേലൂയ വചനപ്രകാരം മുന്നോട്ട് പോകാനാത്ത അവസ്ഥ, അങ്ങനെ മുടന്തായിപ്പോയ അവസ്ഥ. എന്തിനാണ് നമുക്ക് ഈ ദൈവവചനം കേൾപ്പിച്ച് ഹല്ലേലൂയ നമുക്കൊരു വിടുതൽ തന്നെ ആ ദൈവത്തിനടുക്കിലേക്ക് ഒന്നുകൂടി അടുത്തേക്ക് ചെയ്യുവാൻ, ആ ദൈവവചനം അനുസരിച്ച് ഒന്ന് പ്രവർത്തിപ്പാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ അനേക ലോകത്ത് കിടക്കുമ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമായിട്ട് സത്യപരിചയം ഒന്ന് തുറന്നു കൊടുത്തുവെങ്കിൽ അത് കെട്ടിന്റെ ആണികളെ ആ കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് വീണ്ടും എടുത്ത് സ്ഥാപിച്ച് മുന്നോട്ട് കടന്നു പോകാനായിരുന്നു. പക്ഷേ നമ്മൾ അറിയാം, അല്പം സന്തോഷം കേട്ടപ്പോൾ അവിടെ നിന്ന് പോയപ്പോ എന്ത് പറ്റി? അറിയാം, യേശു ഉടമ്പരായി പോയി. ആ സുവിശേഷ പ്രകാരം നടക്കാനാവാതെ അവിടെ നമ്മുടെ കാലിൽ മുകളിൽ പിടിച്ചു. സത്യം നമുക്കറിയാം, പക്ഷെ നമുക്ക് ചെറുത് വെട്ടുകളിലാകത്തിന് വീണ്ടും നമ്മളാകുന്ന ആ ഭൂമിയുടെ ആ അറിവിനാ നടന്നു പോകുന്നു. ഹല്ലേലൂയ. അതങ്ങനെ മുടന്തരായി പോയി. ഹല്ലേലൂയ. അപ്പൊ വചനം കേട്ടു, മനസ്സിലായി, വ്യാധി പിടിച്ചു. തൊഴിലായിട്ടും മുടന്തനായിട്ടും ക്ഷയരോഗിയായിട്ടും ആ ഈ കുളത്തിൽ ഇങ്ങനെ കിടന്നറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് നന്മ കിട്ടും, കുറച്ച് പ്രാർത്ഥിക്കും, അഭിഷേകം കിട്ടും, അത് സന്തോഷം വരും. ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും പല സങ്കടവും പാരം നിൽക്കും വരുന്നിങ്ങനെ രാവും പകലും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അവൻ യേശു നോക്കിയത് പിന്നെ വർഷങ്ങളായി 38 വർഷമായി അവൻ പ്രാർത്ഥിക്കുന്നു, അഭിഷേകം കിട്ടുന്നു. ഒരു വിടുതൽ സമയമാവട്ടെ വീട് പോകുന്നു, ഭാരം വരുന്നു, ദുഃഖം വരുന്നു. ഇങ്ങനെ പോകുന്ന കർത്താവിന്റെ ദയം തോന്നിയപ്പോ കർത്താവ് ചോദിച്ചു, ആമേൻ ഹല്ലേലൂയ. 5:6 പറയുന്നു, അവർ കിടക്കുന്ന യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യം അവൻ മനസ്സുണ്ടു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് എവിടെ ചോദിക്കുന്നു? ഏത് വിഷയങ്ങളുമായിട്ട് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ? ആമേൻ, നിങ്ങൾ നിങ്ങളുടേതായ ചിന്താമണ്ഡലത്തിൽ കിടക്കുന്നുവോ? കാഴ്ചപ്രകാരം വിധിച്ചും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവോ? അതിന്റെ വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. സൗഖ്യം അവൻ നിനക്ക് മനസ്സുണ്ടോ? എന്റെ ബുദ്ധിയുടെ പ്രമാണം ഒന്ന് താഴെ ഇട്ടിട്ട് ഹല്ലേലൂയ എന്റെ വചനപ്രകാരം നീ ഒന്ന് എഴുന്നേൽക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. എവരോട് ചോദിക്കുന്നു? ഇത്രയും നാളുകളായി നമ്മൾ വചനം കേട്ടു, സത്യം നാം അറിഞ്ഞ മക്കളല്ലേ ആമേ. പക്ഷെ അതൊന്നും വെച്ച് നടക്കാനാകാതെ അത് പ്രവർത്തിക്കാനാകാതെ എവിടേക്ക് കെട്ടപ്പെട്ടു പോകുന്നു. പക്ഷെ ഇന്ന് കർത്താവ് എന്നെ ചോദിക്കാവുന്നു, നിനക്ക് സൗഖ്യം ആവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവനെന്താ പറയുന്നേ? രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ ഇതല്ലേ? എന്തെങ്കിലും കാര്യം നടന്നില്ലേ, എന്തെങ്കിലും കാര്യം അവിടെ കൊണ്ടുവച്ച് നിർത്തുക. ആമേൻ ഹല്ലേലൂയ. ഇത് ചോദിക്കുന്ന സർവശക്തനായ ദൈവമായിരുന്നു, അതിന് വിടുതൽ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അവരെന്നെ പറഞ്ഞു, എന്റെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, നീയാവുന്ന കുളത്തിലേക്ക് ധാരാളം വചനം വന്നിട്ടില്ലയോ? അന്ന് ഗ്രഹിച്ച് കർത്താവിന്റെ അടുക്കൽ ചെന്നൊക്കെ ചോദിച്ചു കൂടായോ? ഇല്ല, ഇത് എന്തിനാ എനിക്ക് സൗഖ്യം പണ്ട് തന്നത്? യേശുവിനെ എന്തിനാ അറിയാൻ ഇടയായത്? ഈ വചനങ്ങളൊക്കെ എന്തിനാ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ? അവിടെ സൗഖ്യം ഉണ്ട് എന്ന് പറയും, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല കർത്താവേ എന്നൊന്ന് ചോദിച്ച് അറിയാം. അപ്പൊ കർത്താവ് പറയില്ലേ, അമ്മത്തമ്മ പറയുന്ന പോലെ നിന്നെയും അറിയാം, നിങ്ങളെ എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ അകത്തല്ലേ. നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ കൃത്യമല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവയെ ഞാൻ പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ നിങ്ങളെ തടുക്കുന്നവർ എന്ന് കലാതിൽ 5 ചോദിക്കുന്നെങ്കിൽ ഇവിടെ യേശു ചോദിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടല്ലേ? ഞാൻ പറയുന്ന വഴികൾ ഇതാവുന്നു, നിനക്ക് വചനം പഠിപ്പിച്ചു തന്നു, മനസ്സിലാക്കി തന്നു, അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ. നീ എന്തേ വൈകുന്നു? നീ എന്തേ ഇന്ന് മുഴുവനായിട്ട് നടക്കുന്നു? നീ വചനം കേട്ട് എന്തേ ഫുള്ളായിട്ട് ഇരിക്കുന്നു? നീ ഒന്ന് ഗ്രഹിച്ച് നിനക്ക് മനസ്സിലായി എന്തുകൊണ്ട് എന്നോട് ചോദിച്ച് പഠിക്കുന്നില്ല? ഇങ്ങനെയുള്ള പല കാര്യം കർത്താവിന്റെ അവിടെ ഉള്ളിലുണ്ട്. പക്ഷെ കർത്താവിന്റെ നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? അവരെ കാര്യം കർത്താവേ എനിക്ക് ഇവിടുന്ന് കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, പക്ഷെ എല്ലാം വരുന്ന ഈ വചനം ഇങ്ങോട്ടാ വരുന്നല്ലേ? ഇത് നമ്മൾ തന്നെയാ പഠിക്കുന്നതല്ലേ? നമ്മൾ തന്നെ വല്ലവരും പഠിക്കുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ക്രിയ ചെയ്യുന്നില്ല, എന്റെ വീട്ടിൽ ക്രിയ ചെയ്യുന്നില്ല? ആമയെ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് ഈ അകത്തിരുന്ന് നമ്മുടെ നന്മയെ തടയുന്ന ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുവാൻ പലതറിയാം. ആ യേശുവിന്റെ പാതവെടുത്ത് ഇരുന്നറിയാം. ഒന്ന് പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു മറിയ അന്ന് കാലറിയാം, ലാസർ ഉയർപ്പിക്കുവാൻ കർത്താവിന്റെ പാതവെടുത്തിൽ അവിടെ ഇരുന്നു എങ്കിൽ കാലറിയാം ആ ഉയർപ്പാട് നടക്കുക തന്നെ ചെയ്തല്ലേ? അമേ കാലറിയാം. സമയ കാലങ്ങളോ ഒന്നും ബാധകമല്ല എന്നവിടെ പറയുന്നെങ്കിൽ നമ്മുടെ കാലം ഇവിടെ വന്നപ്പോ അനേക വിഷമകരമായ കാര്യങ്ങളിൽ നിന്ന്
ആർക്കും വിടുവിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും നാം ഓരോരുത്തരും വിടുതലെടുത്തുവെങ്കിൽ എന്നുള്ള വിഷയങ്ങൾക്ക് നമുക്ക് ആ പിതാവിന്റെ അടുക്കിലേക്ക് അല്ലേ കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പം അടുക്കിലേക്ക് കടന്നില്ലാതെ നമ്മുടെ വിഷയങ്ങളുമായിട്ട് നമുക്ക് ആ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ ആകാതെ നമ്മൾ തടയുന്നതാകാം. അത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നതേ. യോബ് ചോദിച്ചപോലെ അറിവ് കൂടാതെ ആലോചനയെ മനസ്സിലാക്കുന്നവരില്ല എന്ന് സ്വയം ഒന്ന് ചോദിച്ചപ്പോ യോബിന്റെ അവസ്ഥ മാറി എന്ന് പറഞ്ഞവരെ നമുക്ക് നമ്മോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇത്ര ഉപസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സാറ്റർഡേ സൺഡേ ആരാധന കൂടുന്നു, വഴിപാടുകൾ വെക്കുന്നു, പക്ഷെ എന്റെ നന്മ എവിടെ പിടിക്കപ്പെട്ടു പോകുന്നു? ആ തടയുന്ന എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ശിവബാബ 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 ഹല്ലേലൂയ ആമേൻ. യോഹന്നാൻ 5:14 ഹല്ലേലൂയ. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയെ അനുഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവനെ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഹല്ലേലൂയ അവൻ ആ ഭൂമിയെ കെട്ടപ്പെട്ട് കിടന്നു വരുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ ആ പഞ്ചേന്ദ്രിയങ്ങൾ മൂലം ഹല്ലേലൂയ ഈ ലോകത്തെ അറിവ് മൂലം കാണുന്നതും കേൾക്കുന്നതും വെച്ച് വിധിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ കെട്ടപ്പെട്ട പോയ അവസ്ഥ വന്നുവെങ്കിൽ ഹല്ലേലൂയ അവിടെ കർത്താവിന്റെ വചനം അയക്കുന്നുണ്ട്. ആ വചനങ്ങൾ വരുമ്പോ ഈ വചനം വായിക്കുമ്പോൾ നമ്മളോട് യേശു സംസാരിക്കുന്നുണ്ട്. ആ വചനം ഗ്രഹിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വെച്ച് പ്രവർത്തിച്ച് ഹല്ലേലൂയ നമ്മളെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വിടുതൽ എഴുന്നേൽക്കുവാനും കർത്താവ് നമ്മെ ഇവരെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹല്ലേലൂയ ആദ്യം പിടിച്ച് ഹല്ലേലൂയ ആ തൊഴിലായ അവസ്ഥയിൽ ഹല്ലേലൂയ ആ മുടങ്ങായ അവസ്ഥയിൽ ആ വചനം അടുത്ത പ്രകാരം ജീവിക്കാനാകാതെ നടക്കാനാകാത്ത അവസ്ഥയിൽ കെട്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ ആത്മീയ മനുഷ്യരും പതിയ മനുഷ്യരുടെ ക്ഷയിക്കുന്നു, ക്ഷയരോഗികളായിട്ട് മാറുന്നു. ആമയെ കാലഘട്ടങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ, അത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പൊ ഉപകർത്താവിൽ തന്നെ ഹൃദയം പകർന്ന് അതിലേക്ക് കടന്ന് നമുക്ക് നമ്മുടെ അകത്തങ്ങളിൽ നിന്ന് കാലിൽ വിട്ടു മാറി അകത്തങ്ങൾ കാരണമായി കിടക്കുന്ന ഇള്ളുകളിൽ നിന്ന് വേരോട് പറിച്ച് നമുക്കിവിടെ എഴുതേക്കാം. അത് കർത്താവ് വിടുതലക്കാരം നമ്മളിലേക്ക് നീട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവരോട് കർത്താവ് എന്ന് പറയുന്നത് ഹല്ലേലൂയ യെശയ്യാ 5:8 പറയുന്നു, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി ഞാൻ കിടക്കയിൽ കെട്ടപ്പെട്ടു കിടന്നു പോകാനല്ല, ഇപ്പോ ഹല്ലേലൂയ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, നീ കിടക്കയെടുത്ത് എന്ന് നടക്ക. ഹല്ലേലൂയ. എന്താണ് കെട്ടപ്പെട്ട അവസ്ഥ? അവിടെ കിടത്തിരുന്നേ, അത് വിട്ട് നീ എഴുന്നേൽക്ക മകനെ. ഹല്ലേലൂയ. നീ എന്റെ വചനപ്രകാരം എന്റെ പിന്നാലെ കടന്നു വരിക, എന്റെ വിടുതൽ നിന്റെ കരുത്തിലുണ്ട്, ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ നിന്റെ അകത്തുകളെ വിട്ടൊഴിഞ്ഞ് ഹല്ലേലൂയ മുന്നോട്ട് കടക്ക എന്ന് കർത്താവ് കൽപ്പന ഇട്ടു. അവൻ ഏതായാലും അവിടെ കിടക്കയിട്ട് എഴുന്നേറ്റു. പക്ഷെ അവിടെ അവിടെ കടന്നു വന്നല്ലേ മറ്റും പറഞ്ഞു, ശബത്ത് ദിവസമാകുന്നു, കിടക്ക എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വിടുതൽ വരുമ്പോ അറിയാം, തടസ്സപ്പെട്ട കാര്യം നമ്മുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും, അല്ലെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അതേ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് പഠിച്ച് ആ കെട്ടുകൾ അടുത്ത് മാറ്റി തന്നെ ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ മയച്ച് കെട്ടടിക്കുന്ന അവസ്ഥ എഴുന്നേറ്റ് ആ ദൈവത്തിന് ഇവിടെ എഴുന്നേറ്റ് ഹല്ലേലൂയ പരിശുദ്ധ ഹല്ലേലൂയ ഇവിടെ എഴുന്നേറ്റ് പ്രവർത്തിച്ച് തന്നെ ഹല്ലേലൂയ സത്താനി ബന്ധങ്ങളെ അഴിക്കേണ്ട ദൈവത്തിന് പോയി പ്രത്യക്ഷനായി എന്നിലേക്ക് വന്നിരിക്കുന്ന യേശു ഹല്ലേലൂയ ഇവിടെ സർവാധികാരമുള്ള ദൈവ പിതാവിനെ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുന്നു. എനിക്ക് ഹല്ലേലൂയ സ്വകീയ പിതാവ് ഹല്ലേലൂയ ഈ ദൈവപുത്രമായിട്ടാണ് എന്റെ കൂട്ടായ്മ അല്ലേ, എന്റെ കൂട്ടായ്മയും പിതാവ് ദൈവത്തോട് എന്റെ പുത്ര യേശു കർത്താവെന്ന് പറഞ്ഞ് ഇവിടെ എഴുന്നേറ്റ് ഹല്ലേലൂയ അതിനകത്ത് കാര്യം നമുക്ക് വിടുതലെടുക്കാം. കർത്താവിനോട് ഒന്നേ പറഞ്ഞോളൂ, നിനക്ക് ഇപ്പോൾ വിടുതൽ കിട്ടിയിരിക്കുന്നു, നീ കിടക്കെടുത്ത് നടന്നിരിക്കുന്നു. പക്ഷെ ഈ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിനക്ക് സൗഖ്യമായി നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയെ അനുഭവിക്കാൻ ഇനി പാപം ചെയ്യരുത്. അതാവും നിർത്താൻ പറയാനുള്ളത്. അപ്പൊ ഒരു വിടുതൽ കിട്ടിയെങ്കിൽ ആ യേശുവിനെ രുചിച്ചറിഞ്ഞെങ്കിൽ ഇനി പാപം ചെയ്യാതിരിക്കരുത്, ഇനി പാപം ചെയ്യരുത് കർത്താവ് പറയുന്നു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ സത്യത്തിന് പിന്നാലെ ഒന്ന് ഓടുക. ഹല്ലേലൂയ ആമേൻ. സത്യം നിങ്ങളറിയേ, സത്യം നിങ്ങളുടെ സ്വന്തമാക്കി കർത്താവിന്റെ കൽപ്പന അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ അവനെ കണ്ടുപോലെ ആ യേശുവിനെ ഹല്ലേലൂയ നമ്മുടെ സ്വകീയ പിതാവുമായിട്ട് നിരക്കുന്നു. ഹല്ലേലൂയ 1:30 പറയുന്നു, നിങ്ങൾ അവനാ ക്രിസ്തു യേശുവിലാകുന്നതല്ലേ, അവൻ ആ പിതാവ് യേശു നമുക്ക് വേണ്ടി അയച്ചു. യേശു നമുക്ക് പിതാവിനോട് നിരപ്പുണ്ടാക്കി തന്നു. അവനാ ക്രിസ്തു യേശുവിലാകുന്നു. അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധിയും വിശുദ്ധീകരണവും ആമേൻ ഹല്ലേലൂയ വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ നമ്മൾ ആ പിതാവിന്റെ സന്നിധിയിൽ യേശു നാമത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ നീതി ജ്ഞാന വിശുദ്ധി വീണ്ടെടുപ്പെല്ലാം
ദാനമായി നൽകുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലാകുന്നു നാം എത്തിയിരിക്കുന്നത്. നമുക്ക് പുറകോട്ട് നോക്കിയാലേ നമുക്ക് വിടുതലേക്ക് നോക്കിയാൽ അത് ധാരാളമായി നമുക്ക് സ്വയം അറിയുന്ന കാര്യമാണെന്നും ഇന്നയോടെ നടത്തിയ കർത്താവിന് നന്ദി പറയാം. യേശുവേ ഹല്ലേലൂയ. പിതാവേ ആലയത്തിൽ കടന്നു വന്ന സകല മക്കളെയും യേശുവിന്റെ നാമത്തിൽ അവകാശമായി ചോദിക്കുന്നു. അന്ന് കടന്നേറ്റത്തെ കൂട്ടിവരുത്തി യേശുവിന്റെ ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. കർത്താവേ എനിക്ക് കൊടുക്കുന്ന വിടുതൽക്കായി നന്ദി പറയുന്നു. അതിനപ്പുറമായി ഹല്ലേലൂയ 2 സഹോദരർ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. വന്നുകൊണ്ടിൽ സൗഖ്യം നൽകാൻ ദൈവം യേശുവിനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ അവിടെ ഇവിടെ ആയിരിക്കുന്നു. അവന്റെ മകനെ പിടിക്കപ്പെട്ട് ബഹുമാന അവസ്ഥയിൽ വിടുതൽ പങ്കുകൊടുത്ത് നന്ദി പറയുന്നു. ഒരു സ്ത്രീയൊപ്പം എവിടെ ഇരുന്ന് ഹല്ലേലൂയ ആ താരയിൽ നോക്കിയതുപോലെ നോക്കിക്കൊണ്ടേയിരുന്നതിനാൽ അത് സമയത്ത് അതിനെ അയച്ച് ഇനി എന്റെ കുടുംബത്തെ പണിതിനാൽ ഇന്ന് എന്റെ മകൻ കാലേജിനായിട്ട് വർക്ക് ചെയ്യുന്നു. അവന് ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. അതൊക്കെ ഇവിടെ വന്നതിനാൽ അതിന്റെ കർത്താവിന്റെ പ്രിയദാസ് പറഞ്ഞതുപോലെ കേട്ടതിനാൽ തന്നെ അറിയാം. അതിന്റെ പാർശ്വങ്ങൾ മാറ്റി ദുഷ്ട നരകളെ തിരുത്തി കർത്താവിന് പുതിയ ജീവിതം നൽകുകയും ഇന്ന് കരുടയിലായിരിക്കുന്നു, ഉന്നതങ്ങളെ ആയിരിക്കുന്നു. അതിലേക്ക് അറിയാം. മക്കൾ നന്ദി പറയുന്നു. എന്നെ കാരണം ഇവിടെ നിർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. അറിയാം എന്റെ സഭയിൽ ഇവിടെ കൂട്ടിവരുത്തി അവർക്ക് പുതിയ ജീവിതം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാവരെയും കരങ്ങളിൽ കാത്ത് നടത്താത്ത ആ കരുണയിൽ എന്തെങ്കിലും നമ്മൾ ഇന്നോളം നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ അറിയിപ്പം. അമേരിക്ക കൺവെൻഷൻ 1-ാം ദിനം എത്രത്തോളം നമ്മുടെ കാലയ ചിന്റെ വചനം കേട്ടിച്ചനും നമുക്ക് ഓരോരുത്തർക്കും അത് വിടുതൽ കിട്ടിയനും ഇത് നന്ദിയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ ലജ്ജിക്കുമാകട്ടെ. നമ്മെ നടത്തുന്ന അമ്മയും പപ്പയും മക്കളെ തലമുറകളെയും കർത്താവ് ധാരാളമായി ലജ്ജിക്കുമാകട്ടെ.